എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹൊക്കാഗെ ആന്റി ആവട്ടെ വലിയൊരു സ്വിമ്മിംഗ് പൂളില് വെള്ളമൊക്കെ അടിച്ച് ഹായായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ആന്റി ഇപ്പൊ കടന്നു വരും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തിയായിരുന്നോ? ഗ്രാമത്തില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നിനക്കങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് വെള്ളം അടിച്ച് കിടക്കാൻ പറ്റുന്നു പറഞ്ഞ് അസിസ്റ്റന്റ് ചേച്ചി ഇപ്പൊ ഹൊക്കാഗെ തൂക്കിയെടുത്ത് അവളുടെ സീറ്റിൽ കൊണ്ടിരുത്തും. ഇത് മുഴുവൻ നീ തന്നെ കൈവെക്കേണ്ട പ്രധാനപ്പെട്ട ഫയലുകളാണ്. എത്രയും പെട്ടെന്ന് ഇത് മുഴുവൻ നോക്കി തീർക്കണമെന്ന് അസിസ്റ്റന്റ് പറയുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ അവൾ വണ്ടറടിച്ച് ഇപ്പൊ തലയ്ക്ക് കൈവച്ചിരിക്കും. പ്രധാനമായിട്ട് അൻബു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് ഒരു പരാതി വന്നിട്ടുണ്ട്. കമിസുരു ക്ലാനില് ഇപ്പൊ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. കമിസുരു ക്ലാൻ ആക്ച്വലി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാനാണ്. നമ്മുടെ ഷിനോയെ പോലെ തന്നെ അവർക്കും പ്രാണികളെയും ഈച്ചകളെയും കൺട്രോൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ആന്റി പറയും ഓൾറെഡി ആ ക്ലാനിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇപ്പൊ മരിച്ചുപോയി. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി വരാൻ അതിന് യാതൊരു ചാൻസും ഇല്ലാന്ന് പറഞ്ഞ് ആ കടലാസ് ഇപ്പൊ ചുരുട്ടി കൂട്ടിക്കളയും. ഇവിടെ നമ്മുടെ ആൾക്കാര് ആ കാട് മുഴുവൻ ഇറങ്ങി ഇപ്പൊ പിക്കോച്ചുവിന്റെ അടുത്തേക്ക് വരും. അപ്പൊ ഒരുപാട് വേറെ പ്രാണികള് അതുവഴി നടക്കുന്നുണ്ട്. നമ്മുടെ ഹിനട്ടയ്ക്ക് അവറ്റകളെല്ലാം കണ്ട് ഇപ്പൊ ഒരുപാട് പേടിയാവും. ഇത് കടിച്ച എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതിന് ഷിനോ പറയും കുഴപ്പമില്ല, ഇവിടെയുള്ള പ്രാണികൾ കടിച്ചാല് അങ്ങനെ വലുതായിട്ട് ഒന്നും സംഭവിക്കില്ല. പോരാത്തതിന് ഞാൻ അബുറാബി ക്ലാനിൽ നിന്ന് ഒരു മരുന്നും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, ഇത് തേക്കുകയാണെങ്കിൽ എല്ലാ പ്രാണികൾക്കും അത് വലിയ അപകടം ഉണ്ടാക്കും. മാത്രമല്ല അത് പിക്കോച്ചുവിനെയും ഒരുപക്ഷെ ബാധിക്കാം. കുട്ടപ്പൻ ഷിനോയെ നോക്കും. നീ ഈ സമയത്ത് പോലും ഇമാതിരി ഉണക്ക മരുന്നുകൊണ്ടാണോ ഇവിടേക്ക് വന്നിരിക്കുന്നേ? അതിന് ഷിനോ അതൊരു ശീലായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ വീണ്ടും നമ്മുടെ ആൾക്കാര് മുൻപോട്ട് നടക്കുമ്പോൾ അവരുടെ പുറകെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ 3 പേര് അവർ ഫോളോ ചെയ്തു വരും. ഇവരുടെ ക്ലാനിലുള്ളവരാണ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്ന് ആക്ച്വലി ഹൊക്കാഗെ ആന്റി പറഞ്ഞത്. ഇവർക്കും ആവശ്യം അതേ പിക്കോച്ചു ഈച്ചയെ തന്നെയാണ്. അതിനെ ഉപയോഗിച്ച് അവരുടെ ക്ലാനിനെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കാനാണ് അവർ ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പൊ പിക്കോച്ചുവിനെ പിടിക്കാൻ അവിടേക്ക് എത്തിയത്. ഇവിടെ ഷിനോ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് പിക്കോച്ചു എന്ന് പറയുന്ന ഈച്ച അതിങ്ങനെ ഇരിക്കും. ഈ ഒരു ഈച്ച അത് ആക്ച്വലി പെണ്ണാണ്. അപ്പൊ കുട്ടപ്പന് ആ ഫോട്ടോ കാണുമ്പോ ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവൻ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ എല്ലാവരും എവിടെയാ നീ കണ്ടതെന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കുമ്പോ ഞാൻ വീട്ടിലിരുന്ന് ചിപ്സ് കഴിക്കുമ്പോ ഇതുപോലുള്ള ഒരുപാട് ഈച്ചകള് എന്റെ തൊട്ടടുത്തുകൂടെ ഓടി നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാതായി പോയി. അല്ലെങ്കിൽ തീർച്ചയായിട്ടും 2 എണ്ണത്തെ പിടിച്ച് ഞാൻ അന്നേ പോക്കറ്റിൽ ഇട്ട് വെച്ചേനെ. അതിന് ഷിനോ പറയും നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, അത് വെറും പാറ്റയാണ്. പിക്കോച്ചു അതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിന് കുട്ടപ്പൻ നീ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല, അത് തന്നെയാണെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ പിണങ്ങി മാറി ഒരു മൂലക്കിരിക്കും. അപ്പൊ മറ്റേ 3 പേര് ഇതെല്ലാം കേട്ടിട്ട് അവര് പരസ്പരം പറയും നമ്മളിവിടെ എത്തിയിട്ട് ഇപ്പൊ 10 ദിവസമായി, ഒന്നിനെ പോലും നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാനായില്ല. അവരെ കണ്ടാലറിയാം അവര് ഗനിയൻസ് ആണ്. തീർച്ചയായിട്ടും അവർക്കതിനെ കണ്ടുപിടിക്കാൻ കഴിയും. അവർക്ക് കിട്ടിയാൽ ഉടൻ തന്നെ അത് അടിച്ചു മാറ്റി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇവിടെ കുട്ടപ്പൻ ഓരോ മരത്തിലും സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ എല്ലാ മരത്തിലും ഓരോ ഈച്ചയും ഉറുമ്പും എല്ലാം തന്നെ ഓടി നടക്കുന്നതായിട്ട് കാണും. ഇവിടെ ഷിനോ അവന്റെ ബോഡിയിലുള്ള എല്ലാ ഈച്ചകളെയും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ പിക്കോച്ചു ഈച്ചയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിവയ്ക്കും പട്ടിക്കുട്ടിക്കും ആ ഒരു അന്വേഷണം അത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ ഹിനട്ട കുട്ടപ്പി അവൾ ഒരുപാട് ബട്ടർഫ്ലൈനെ കണ്ടിട്ട് അതിന്റെ അടുത്ത് സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചടോ, ഇതെനിക്ക് മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ അതിന്റെ പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും അവളോട് പപ്പ പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കുക. നീ ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുത്, മാത്രമല്ല നിന്നെ കൊണ്ട് കഴിയാവുന്നത് അത് തീർച്ചയായിട്ടും നീ ചെയ്യണമെന്ന് പറയുമ്പോ അവളാവട്ടെ അവളുടെ വ്യാഹു കണ്ണുവെച്ച് ആ പ്രാണിയെ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവൾ ആ 3 പേരെ കാണുക. അവള് ഷോക്കായി അവൾ ഓടി വന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് കാര്യം പറയാൻ നോക്കുമ്പോ നമ്മുടെ ആൾക്കാർ ഓൾറെഡി അവരെ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. അതിന് ഷിനോ പറയും തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. ഇപ്പൊ നമ്മൾ ഫൈറ്റ് ചെയ്താ തീർച്ചയായിട്ടും പിക്കോച്ചുവെ നമുക്ക് കണ്ടെത്താനാവില്ല. ചിലപ്പോ ഫൈറ്റിനിടയില് പിക്കോച്ചു അത് ചത്തുപോകാനും മതി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കാര്യം ഒരിക്കലും കുട്ടപ്പൻ അറിയരുത്. അപ്പൊ കുട്ടപ്പൻ ഓടി വന്ന് എനിക്ക് കിട്ടി, പിക്കാച്ചുവെ ഞാൻ പിടിച്ചു എന്ന് വിളിച്ചലറും. ഉടനെ അവര് ഞെട്ടി എഴുന്നേക്കും. എന്നിട്ട് കുട്ടപ്പന്റെ കൈ നോക്കുമ്പോ അത് വേറെ ഏതോ ഒരു അലവലാതി ഈച്ച. അത് കേട്ട് നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമായി അവൻ വീണ്ടും
കൂലങ്കക്ഷമായിട്ട് ഈച്ചയെ അന്വേഷിക്കാൻ തുടങ്ങും. നേരം സന്ധ്യയായി എല്ലാവരും ടയേർഡായിട്ട് ഒരു മൂലക്കിരിക്കുമ്പോ അപ്പൊ ദൂരെ നിന്നായിട്ട് കുട്ടപ്പൻ നിലവിളിക്കും, ഓടിവായോ, അതിനെ ഞാൻ കണ്ടുപിടിച്ചു. അവരുട്ടനെ ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് ഓട്ടും. അവിടെ എത്തുമ്പോ ആ ഈച്ച അത് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ സൈസ് അത് വളരെ വലുതായിരിക്കും. അതിന് ഷിനോ പറയും, പൊന്നെ ഇതാ ഈച്ച അല്ല കേട്ടോടാ, ഇത് വളരെ ഡേഞ്ചർ ആണെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇത് അത് തന്നെയാണെന്ന് പറഞ്ഞ് ഇപ്പൊ ഒരു കമ്പെടുത്ത് അതിനെ കുത്താനായിട്ട് തുടങ്ങും. ഈച്ചയ്ക്ക് കലി കയറി അത് കുത്താനായിട്ട് വരുമ്പോ ഓ ഷിറ്റ് എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനും ടീംസും ആവട്ടെ അവിടുന്ന് ഓടാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ നിലവിളിച്ച് പറയും, നീയല്ലേ പറഞ്ഞേ ഇവിടെയുള്ള ഈച്ചകളൊന്നും ആരെ ഉപദ്രവിക്കില്ല എന്ന്. അതിന് ഷിനോ പറയും, ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്, പക്ഷെ ജീവൻ വേണമെങ്കിൽ ഇപ്പൊ ഓടിക്കുമെന്ന്. ആ പൊന്തനീച്ച അങ്ങനെ പറന്നു വന്ന് ഒളിച്ചിരുന്ന മറ്റേ 3 പേരെ ഇപ്പൊ അറഞ്ചം പുറഞ്ചം കുത്തി താഴെയിടും. നമ്മുടെ ആൾക്കാർ വീണ്ടും രാത്രി വരെ അതിനുവേണ്ടി അന്വേഷിച്ച് ഇപ്പൊ വീണ്ടും കിടന്നുറങ്ങാൻ തുടങ്ങും. ഇനട്ടക്കുട്ടപ്പി ആവട്ടെ രാത്രിയിൽ ആരും അറിയാതെ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വീണ്ടും നമ്മുടെ ആൾക്കാര് അവിടെ മുഴുവൻ അന്വേഷിച്ച് അതിനെ കണ്ടുപിടിക്കാൻ കഴിയാതെ രാത്രിയില് ഇപ്പൊ കൂർക്കം വലിച്ചുറങ്ങും. കുട്ടപ്പി ആവട്ടെ അപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏകദേശം ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അവിടേക്ക് മഴ പെയ്യാൻ ആരംഭിക്കും. അതിന് ഷിനോ പറയും, മഴ പെയ്ത ആകെ കുഴപ്പമാണ്, നമ്മുടെ പ്ലാൻ അതെല്ലാം തന്നെ തെറ്റിപ്പോവും. ഇൻ കേസ് ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തേക്ക് അത് മുട്ടയിടും. ഒരു പക്ഷേ നമ്മുടെ മുൻപില് ഇന്ന് ഒരേ ഒരു ദിവസം മാത്രമേ ബാക്കിയുണ്ടാവൂ. കുട്ടപ്പനുടനെ ഞെട്ടും. കാരണം അവന്റെ മുൻപിലും ഇപ്പൊ ഒറ്റ ദിവസമേ ബാക്കിയുള്ളൂ. കുട്ടപ്പന് അതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അവനിനി സാസുകയെ കണ്ടുപിടിക്കാൻ കഴിയില്ല. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ആവേശം കയറി എത്രയും പെട്ടെന്ന് നമുക്കതിനെ കണ്ടുപിടിക്കണം, കമോൺ കമോൺ, എത്രയും പെട്ടെന്ന് അവിടെയൊക്കെ അന്വേഷിക്കേ, നമ്മൾ തീർച്ചയായിട്ടും അതിനെ കണ്ടുപിടിച്ചിരിക്കുന്നു പറയുമ്പോൾ ബാക്കി 3 പേര് ഇപ്പോഴും നമ്മുടെ കുട്ടപ്പനെയും ടീംസിനെയും നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവള് പറയും, അവരിത്രയും കഷ്ടപ്പെട്ടിട്ടും ആ ഒരു ഈച്ചയെ കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കവരെ കൊന്നുകളയണം. അപ്പൊ നമ്മുടെ ആൾക്കാര് ഒരു നിമിഷം അവരെക്കുറിച്ച് ചിന്തിക്കും, ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ട് അവർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവരും നമ്മളെപ്പോലെ പിക്കോച്ചുവിന് വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത്. നമ്മൾ വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. എത്രയും പെട്ടെന്ന് നമ്മളതിനെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പൊ മഴ പെയ്യാൻ ആരംഭിക്കും. ഉടനെ കുട്ടപ്പൻ ചാടിയിട്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇവിടെ ഹിനട്ടയ്ക്ക് വീണ്ടും അവളുടെ അച്ഛൻ പറഞ്ഞ കാര്യം ഓർത്ത് ഇപ്പൊ ഒരുപാട് വിഷമാവാണ്. ഇവിടെ കുട്ടപ്പൻ ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ ഓരോ ക്രീച്ചറിനെ ആയിട്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഷിനോ ഇപ്പൊ ഹിനട്ടയോട് പറയും, ഇപ്പോഴാണ് നീ നിന്റെ കണ്ണുപയോഗിക്കേണ്ടത്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ജീവനുള്ള ക്രീച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിന്റെ കണ്ണുപയോഗിച്ച് എത്രയും പെട്ടെന്ന് അതിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാനായിട്ട് ഇപ്പൊ ഷിനോ പറയും. അങ്ങനെ നമ്മുടെ പെങ്കൊച്ച് വളരെ സൂക്ഷ്മമായി നോക്കി അതിനെ കണ്ടുപിടിച്ച് അവള് നിലവിളിക്കും, അത് അവിടെയുണ്ട്, എത്രയും പെട്ടെന്ന് പിടിക്ക്. കുട്ടപ്പൻ ഉടനെ അതിന്റെ പുറകെ ഓടി ചാടിത്തുള്ളി അതിനെ അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്യും. ഒരു ബോക്സിലിട്ട് അതിനെ ചെക്ക് ചെയ്യുമ്പോ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്കോച്ചി തന്നെയാണ്. ഒരു അടിപൊളി ഫീമെയിൽ പിക്കോച്ചി. കുട്ടപ്പൻ സന്തോഷത്തില് ഇപ്പൊ എടുത്തു ചാടും. കുട്ടപ്പനാണെങ്കിൽ ഭയങ്കര ഹാപ്പി, യാസ് പിടിച്ചതിനെന്ന് പറഞ്ഞ് ഇപ്പൊ ഹിനട്ടെ കെട്ടിപ്പിടിച്ച് 5-6 ഉമ്മ ചറപറ കൊടുക്കും. പെങ്കൊച്ച് വണ്ടടിച്ച് നോക്കുമ്പോ കറക്റ്റായിട്ട് ആ ഒരു പിക്കോച്ചി ഇപ്പൊ ഒരു മുട്ടയിടും. അത് കണ്ട് അവര് ഡബിൾ ഹാപ്പി ആവുമ്പോ ഇവിടെ നമ്മുടെ 3 കിറുക്കന്മാരും അവർക്ക് അതിനെ കിട്ടി, ഇനി എത്രയും പെട്ടെന്ന് നമുക്കതിനെ തട്ടിയെടുക്കണമെന്ന് പറയും. ഇവിടെ ഹിനട്ടക്കുട്ടപ്പി ഒരുപാട് അങ്ങോട്ട് ഇംപ്രസ്സായി അവളുടെ ഫേസ് ഒക്കെ കഴുകി, വാവ് കുട്ടപ്പൻ അവനെന്നെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ സന്തോഷത്തില് അവളിപ്പോ നീരാടിക്കൊണ്ടിരിക്കുമ്പോ ലോങ് ഷോട്ടിന്ന് ഇപ്പൊ 3 കത്തി പറന്ന് അവിടേക്ക് വരും. നമ്മുടെ പെങ്കൊച്ച് ഒരു അടിപൊളി ഷിനോബിയാണ്. അവൾ ആ കത്തികളെല്ലാം തന്നെ ഇപ്പൊ തട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ആ സമയത്ത് ആ 3 മണ്ടന്മാരും ഇപ്പൊ അവൾക്ക് നേരെ വന്ന് ഒരുപാട് തേനീച്ചകളെ ഇനട്ടയുടെ നേരെ പറത്തി അങ്ങോട്ട് വിടും. അവൾ കത്തിയെടുത്ത് കറങ്ങി ഇപ്പൊ ഓരോന്നിനെയായിട്ട് വെട്ടി തെറിപ്പിക്കാൻ തുടങ്ങും. പക്ഷെ അതിന്റെ തേന് അവളുടെ ബോഡിയിൽ ഇപ്പൊ ഒരു റബ്ബർ പോലെ ഒട്ടിപ്പിടിക്കാനായിട്ട് ആരംഭിക്കും. ഇരട്ട ഓൾറെഡി അവളുടെ ഒരുപാട് പവർ അത് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അവള് പതിയെ പതിയെ ഇപ്പൊ ടയേർഡ് ആവുമ്പോ അവർ കറക്റ്റായിട്ട് ഒരു തേനീച്ചയെ വിട്ട് അവൾ അവിടെ തന്നെ മയക്കിയിടും. ഷിനോ കിബയെ തപ്പി നടക്കും. ഒടുവിൽ കാണാതാവുമ്പോ കുട്ടപ്പനോട് ചോദിക്കും, അത് കുഴപ്പമൊന്നുമില്ല, അവള് മുഖം കഴുകാനായിട്ട് പുറത്തേക്ക് പോയതാണെന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. കുട്ടപ്പൻ അവിടുന്ന് എഴുന്നേക്കാൻ നേരം ഇപ്പൊ ഒരു കത്തി പറന്നു വന്ന് കുട്ടപ്പനെ കുത്താൻ നോക്കും. കിബ ചാടി വീണ് ആ കത്തി തട്ടി മാറ്റുമ്പോ ഒരു ലെറ്റർ അതിപ്പോ താഴേക്ക് വീഴും. ആ ലെറ്റർ വായിക്കുമ്പോ, നിങ്ങളുടെ കുണോയിച്ചയെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്,
അവളെ തിരികെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പിക്കോച്ചുമായിട്ട് ഈസ്റ്റേൺ ഹിൽസിലേക്ക് വന്ന് നിങ്ങളുടെ പെണ്ണിനെ അവളെ കൊണ്ടുപോകാം. പക്ഷെ പകരം പിക്കോച്ചുവിനെ ഞങ്ങൾക്ക് തരണം. കട്ട് ചെയ്താ അവർ നമ്മുടെ ഹിനട്ടക്കുട്ടപ്പിയെ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരവളെ തുറിച്ചു നോക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.